പ്രിയപ്പെട്ടവരെ, ഏവർക്കും ലോറസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിവുള്ളവരെ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് കാൽപന്ത് കളിയിൽ കഴിവ് തെളിയിച്ച കാസർഗോഡ് ജില്ലയിലെ മാഹിൻ റിസ എന്ന കൊച്ചുമിടുക്കനാണ്. കൊയ്ത്തുതീർന്ന പാടങ്ങൾ കാൽപന്തിന്റെ മാന്ത്രിക മുഹൂർത്തങ്ങൾക്ക് വഴിമാറുമ്പോൾ അവിടെ നമുക്ക് കുറെ കുഞ്ഞു മെസ്സിമാരെയും കൊച്ചു നെയ്മർമാരെയും റൊണാൾഡോമാരെയും കാണാൻ സാധിക്കും. എല്ലാവരുടെയും ലക്ഷ്യം കളിയിൽ മികവ് തെളിയിച്ച് ഉയരങ്ങൾ കീഴടക്കുക എന്നാണെങ്കിലും കഴിവും ഭാഗ്യവുമുള്ളവർക്ക് അതിന് സാധിക്കാറുള്ളൂ എന്നത് ഒരു വസ്തുതയാണ്. അത്തരത്തിൽ കഴിവ് തെളിയിച്ച് വളർന്നു വരുന്ന ഒരു കൊച്ചു കാൽപന്ത് മാന്ത്രികനെ നമുക്ക് ലോറസ് വേൾഡിലൂടെ പരിചയപ്പെടാം. കാൽപന്ത് മൈതാനത്തെ പന്തടക്കം കൊണ്ടും അസാമാന്യ വേഗത കൊണ്ടും കാൽപന്ത് പ്രേമികളെ ആവേശക്കൊടുമുടിയേറ്റുന്ന താരപ്രതിഭയാണ് കാസർഗോഡ് ജില്ലയിലെ ഇസത്ത് നഗറിലെ റഹീസുദ്ദീന്റെയും ഷാഹിനയുടെയും മകനായ മാഹിൻ റിസ. ഈ കൊച്ചുമിടുക്കനാണ് കൊറോണ കാലത്തെ ലോകം നിശ്ചലമായപ്പോൾ വീട്ടുമുറ്റത്തിന്റെ പാർശ്വങ്ങളിലൂടെ അതീവ ജാഗ്രതയോടെ കാൽപന്ത് കൊണ്ട് മായാജാലം സൃഷ്ടിക്കുന്നത്. മെസ്സി, നെയ്മർ, റൊണാൾഡോ, സല എന്നീ ഒരുപാട് പ്രൊഫഷണൽ കളിക്കാരുടെ സ്കില്ലുകൾ അനുകരിച്ചും വലിയൊരു ഫുട്ബോൾ കളിക്കാരൻ ആവണമെന്ന സ്വപ്നത്തിന് തിരികൊളുത്താൻ പരിശീലനം ചെയ്തും ഈ കുട്ടിത്താരം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുകയാണ്. കാൽപന്ത് കൊണ്ട് തന്റേതായ ശൈലിയിൽ സ്കില്ലുകൾ തീർത്ത് കാൽപന്തിൽ ജ്വലിച്ചു നിൽക്കുന്ന പ്രതിഭയാണ് റിസ. ജയ്മാത ഉളിയത്തടുക്ക സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മാഹിൻ റിസ ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ജില്ലയിലെ മികച്ച അക്കാദമികളിൽ ഒന്നായ SA ഫുട്ബോൾ അക്കാദമി കാസർഗോഡിൽ നിന്നാണ്. തന്റെ ഫുട്ബോളിലുള്ള കഴിവ് മനസ്സിലാക്കിയ ജ്യേഷ്ഠനാണ് തനിക്ക് എല്ലാ സഹായവും ചെയ്തു തരുന്നത് എന്ന് റിസ പറയുന്നു. അനിയൻ അബ്ദുൾ റസയും കാൽപന്തിന്റെ വഴിയിലേക്ക് തന്നെയാണ് ചുവടുവയ്ക്കുന്നത്. നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാവണമെന്നാണ് റിസയുടെ ആഗ്രഹം. തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കൂടുതൽ പരിശീലനം ചെയ്യുകയാണ് ഈ താരം. വരും തലമുറയിൽ നമ്മുടെ ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും പേര് വാനോളം ഉയർത്താൻ ഈ താരത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ മാഹിൻ റിസയെ ലോറസ് വേൾഡ് തുകൽപന്തിനെ സ്നേഹിച്ച നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നാളെയുടെ കാൽപന്തിന്റെ വജ്രമുത്തായി ഈ താരം ഉയർന്നു വരട്ടെ.